നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുക, അപ്പൊ ഞാനും തിരിച്ച് ഞാൻ ആരാ നിന്നെ കാണിച്ചു തരാം. പറയാൻ മനസ്സിലായോ? എടാ ഇതിനെക്കാളും വലിയ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പറയാൻ മനസ്സിലായോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പറയാൻ മനസ്സിലായോ? പിന്നെ എന്നെ ഉപദ്രവിക്കാൻ ഞാൻ തിരിച്ചു ഉപദ്രവിക്കും. പറയാൻ മനസ്സിലായോ? പറയാൻ മനസ്സിലായോ? എന്നെ ഉപദ്രവിക്കാൻ നമ്മൾ തിരിച്ചു ഉപദ്രവിക്കും. അതിപ്പോ എന്നെ തല പോയെന്ന് പറഞ്ഞാലും വേണ്ടില്ല. പറയാൻ മനസ്സിലായോ? മാസങ്ങൾക്ക് മുൻപാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാർ ചെയ്തത്. 6 കോടി രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. മഴ പെയ്തതോടെ റോഡ് തകർന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മൂന്നാർ സ്വദേശി റിയാസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ഇതിനു പിന്നാലെയാണ് കോൺട്രാക്ടർ മാങ്കുളം സ്വദേശി ബിജുവിന്റെ ഫോൺ എത്തിയത്. എന്നെ വ്യക്തിപരമായിട്ട് എനിക്കൊരു വിഷയം വന്നാ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നീ എന്നെ അറിയത്തില്ലാത്തോണ്ടല്ലേ? നീ അറിയാവുന്നവരോട് നീ ചോദിച്ചു നോക്ക്. ഞാൻ ഇഷ്ടംപോലെ കടന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ട് പറയാൻ വന്നിട്ടില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരിൽ 23 ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? ഈ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ 23 ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നെ ഒരു കാലത്ത് ഗുണ്ടാലിസ്റ്റിപ്പെടുത്തിയതല്ലോ പോലീസ് സ്റ്റേഷൻ. നിനക്ക് അറിയാമോ അത്? പറഞ്ഞ മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ല. നീ കറക്കുന്ന കാര്യം പറയണ്ട. ഞാൻ ഇഷ്ടം പോലെ അകത്ത് കടന്നിട്ടുണ്ട്. നിനക്ക് പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇന്നലെ ഈ കളിച്ചിറങ്ങിയതല്ല. കൈ വെട്ടി കാല് കെട്ടി കൊലക്കേസ് വരെ എന്റെ പേരിലുണ്ടായിരുന്നു. ഇനി എനിക്ക് ചുക്കുമല്ല. പറഞ്ഞ മനസ്സിലായോ? ഒരു സർക്കാർ ഓഫീസിൽ നൽകിയ വിവരാവകാശ അപേക്ഷ സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതും ഗൌരവമുള്ള നിയമലംഘനമാണ്. കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിവരം ചോദിച്ചത്. അപ്പം അതിന് പകരം ഇങ്ങനെയാണ് ഗുണ്ടകളാണ് ഇവിടെ ഗുണ്ടക്കളിയാണ് നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിയാസിന്റെ പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുക്കാനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും റിയാസ് പരാതി നൽകിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.